ചിന്തയ്ക്ക് വേണ്ടി എബ്രായലേഖനം 12-ാം അധ്യായം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയം എബ്രായലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 22 to 24, 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ആരെന്നൊരാൾ ശബ്ദമേത്തിൽ ഒരിക്കൽ കൂടെ വായിച്ചാട്ടും. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗ്ഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ചിന്തിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തില് ദൈവത്തെ എതിരേൽപ്പാൻ തക്കണം കടന്നു വന്ന ഇസ്രായേൽ മക്കൾ എത്രമാത്രം ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു, അത് എത്രമാത്രം ഭയപ്പെടുവാൻ ഇടയായിത്തീർന്നുവോ. എന്നാൽ പുതിയ നിയമത്തിൽ വിശ്വാസികൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വന്നത്. പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് നാം കടന്നു വന്നിരിക്കുന്നത് സിയോൻ മലയിലേക്കാണ്. 2 നമ്മൾ കണ്ടത് സ്വർഗീയ യെരൂശലേമിലേക്കാണ്. 3 നമ്മൾ കണ്ടത് അനേകായിരം ദൂതന്മാരുടെ സർവസംഘം. 4 നമ്മൾ കണ്ടത് ആദ്യജാതന്മാരുടെ സഭ. 5 നമ്മൾ മനസ്സിലാക്കിയത് എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി. ഇന്ന് രാത്രി അടുത്ത 3 വിഷയങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. അതിന് 6ാമത്തെ വിഷയം, 6th point, നമ്മൾ എവിടേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. 6th point, the spirit of just men made perfect. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. നമ്മൾ ഈ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ എവിടെയാണ് നമ്മൾ ആയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയ പ്രകാരമാണ്. ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തെ വിശ്വാസത്താൽ ഞാൻ ദർശിക്കുകയാണ്. ഇതാണ് ആദിമ നൂറ്റാണ്ടിലെ ഭക്തന്മാര് ആഗ്രഹിച്ചത്. ഇതാണ് പഴയ നിയമ വിശ്വാസികള് ആഗ്രഹിച്ചത്. ദൂരത്ത് നോക്കി ആ കാഴ്ച കണ്ടു, ആ ദേശം കണ്ടു, ദൈവത്തിന് നന്ദി പറയുവാൻ ഇടയായിത്തീർന്നു. അന്ന് അവർ ദൂരത്ത് നോക്കി ആ ദേശം കണ്ടപ്പോൾ ഇന്ന് നാം വിശ്വാസത്താൽ അവിടെ കാലെടുത്ത് വെക്കുകയാണ്. വിശ്വാസത്താൽ എന്റെ പൊസിഷൻ അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സാധാരണപ്പെട്ട സ്ഥലത്തിലേക്കല്ല, ദൈവത്തിന്റെ സ്വർഗീയ യെരൂശലേമിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ, ഒരു ഒന്നാണ് നമ്മളിവിടെ കാണുവാൻ ഇടയായിത്തീർന്നത്. 6th point നമ്മൾ കണ്ടത് സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. വളരെ പ്രധാനമായിട്ട് 2 ചിന്തകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കടന്നു വരുവാനായിട്ട് സാധിക്കും. അതിന് ആധാരമായിട്ട് 23ാമത്തെ വാക്യം കൂടെ ഒരിക്കൽ കൂടെ വായിച്ചാൽ വേഴ്സ് 23. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളത് പഠിച്ചു. ആരെയാണോ നമ്മളിവിടെ കാണുന്നത്? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. ആദ്യജാതന്മാരെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ആദ്യജാതനായിരിക്കുന്ന പോലെ നാം കൃപയാൽ നമ്മളെയും ആദ്യജാതന്മാരായിരിക്കുന്നത്. ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ആദ്യജാതന്മാരുടെ കൂട്ടത്തിലുള്ളവരാണ് നാം. എങ്ങനെ നമ്മൾ ആദ്യജാതന്മാരായിത്തീർന്നു? യേശുവിനെ നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമ്മുടെ വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തുകയാണ്. നാം ദൈവമക്കളായി മാറ്റപ്പെടുകയാണ്. ദൈവമക്കളായി നാം മാറ്റപ്പെടുമ്പോൾ ആ സമയത്താണ് നമ്മുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തുന്നത്. അതാണ് ആദ്യജാതന്മാരുടെ സഭ. അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി ആദ്യജാതന്മാരുടെ സഭ എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എല്ലാവരും. അത് ഒരു യൂണിവേഴ്സൽ ചർച്ചിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ക്രിസ്തു തലയായിരിക്കുന്ന പോലെ ശരീരമാകുന്ന സഭ, ആ സഭയാണ് ആദ്യജാതന്മാരുടെ സഭയെന്ന് നമ്മൾ കാണുവാൻ സാധിക്കുന്ന. ഇവിടുത്തെ വിഷയം മറ്റൊന്നാണ്. ഇവിടെ പറയപ്പെടുന്നത് നീതിമാന്മാരായിരിക്കുന്ന സിദ്ധന്മാരുടെ ആത്മാക്കൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ പറയപ്പെടുന്ന വേർഡ് ആത്മാക്കൾ, ദ സ്പിരിറ്റ്. അപ്പോൾ ആത്മാക്കളുടെ അടുക്കിലേക്കാണ് നാം വന്നിരിക്കുന്നത്. ആരാണ് ഈ ആത്മാക്കൾ? ദൈവം അവരെ പെർഫെക്റ്റ് ചെയ്തിരിക്കുകയാണ്. പെർഫെക്റ്റ് ചെയ്തിരിക്കുന്ന ആത്മാക്കൾ, ദ സ്പിരിറ്റ് ഓഫ് ജസ്റ്റ് മെൻ മെയ്ഡ് പെർഫെക്റ്റ്. അവര് പൂർണ്ണതയുള്ളവരാണ്. അവരെ പെർഫെക്റ്റ് ആക്കി
ഫലപൂർണ്ണമാക്കി അവിടെ വെച്ചിരിക്കുക. ആരാണ് ഈ കൂട്ടര്? നമ്മൾ പ്രധാനമായിട്ട് ഒന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യന് തത്വമുണ്ട്, ശരീരം, പ്രാണൻ, ആത്മാവ്. ഇത് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുമാറ്റപ്പെടുമ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? സഭാപ്രസംഗി എക്ലിയാസ്റ്റിക് ഒന്ന് നോട്ട് ചെയ്താൽ, സഭാപ്രസംഗി വാക്യം വായിച്ചത് 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. എക്ലിയാസ്റ്റിക് ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 7. എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ഇതാണ് മനുഷ്യൻ മരിക്കുമ്പോൾ സംഭവിക്കുന്നത്. പൊടി പണ്ട് ആയിരുന്നത് പോലെ. എന്തായിരുന്നു പൊടി? നമ്മുടെ ശരീരം പൊടിയാണ്. ദൈവം ആ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അപ്പോൾ പൊടിയായിരുന്നത് പോലെ ആ പൊടി എങ്ങോട്ട് പോകുന്നു? മണ്ണിലേക്ക് പോകുന്നു. പിന്നീട് ആത്മാവോ അത് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നു. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മരണം കൊണ്ട് സംഭവിക്കുന്ന അവസ്ഥ ഇതാണ്. അപ്പോസ്തലനായ പൗലോസ് അത് വേറെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. 2 Corinthians chapter 5 verse 8. 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ദാസൻ പറയുന്നു, താൻ മരിക്കുവാനായിട്ട് തനിക്ക് സന്തോഷമുണ്ട്, മരിക്കുവാൻ ഒരുക്കമുണ്ട്. എന്തുകൊണ്ടാണ് മരിക്കുവാനായിട്ട് തനിക്ക് ഒരുക്കമുള്ളത്? അതിന് കാരണം പറയുന്നത്, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ ആകുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ ആക്കപ്പെടുക. നമ്മൾ ശ്രദ്ധിക്കണം, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ സംഭവിക്കുന്നത്, അവൻ ദൈവ പൈതലാകുന്നുവെങ്കിൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ശരീരം പൊടിയിലേക്ക് കടന്നു പോകുമ്പോൾ അവന്റെ ആത്മാവ് അഥവാ അവന്റെ അഗ്നിയുള്ള മനുഷ്യൻ ദൈവ സന്നിധിയിലേക്ക് കടന്നു പോകുകയാണ്. ഇവിടെ എന്താണ് ഇവക്കുള്ള പ്രത്യേകത? നമ്മൾ ആ വാക്യം വായിച്ചത് എന്ത് സംഭവിച്ചു? അവിടെ വായിച്ച വേർഡ് പ്രകാരമാണ്, ദ സ്പിരിറ്റ് ഓഫ് ജഡ്ജ്മെന്റ് മെയ്ഡ് പെർഫെക്റ്റ്. അവരെ പൂർണ്ണതയുള്ളതാക്കി. എന്താണ് പൂർണ്ണതയുള്ളതായത് എന്ന് ചിന്തിച്ചാൽ അവരുടെ ആത്മാവ് പെർഫെക്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ എവിടെയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്ക് ഒരു കാര്യം അറിയാം, ഇതിനു മുമ്പ് മരിച്ചു പോയവരൊക്കെ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 39-40 വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 39 and 40. അവർ നമ്മെ കൂടാതെ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇവരുടെ ആത്മാക്കൾ പെർഫെക്റ്റ് ആണെങ്കിലും ഇവർക്ക് എന്ത് ഇതുവരെ ലഭിച്ചിട്ടില്ല? വാഗ്ദത്തത്തിന് നിവൃത്തീകരണം ഇതുവരെ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. ഇവരുടെ ആത്മാവ് പെർഫെക്റ്റ് ആയെങ്കിലും ഇവർക്ക് ഇതുവരെ വാഗ്ദത്ത നിവൃത്തീകരണം പ്രാപിച്ചിട്ടില്ല. വാഗ്ദത്ത നിവൃത്തീകരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നതോടുകൂടെയാണ് വാഗ്ദത്ത നിവൃത്തീകരണം സംഭവിക്കുന്നത്. 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം 49-ാമത്തെ വാക്യം. 49. 1 Corinthians chapter 15 verse 49. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അപ്പോൾ ദൈവത്തിന്റെ ദാസൻ പറയുന്ന ഒരു വേർഡ് ഇതാണ്, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ നാം സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അപ്പോൾ നാം ധരിക്കേണ്ടതായിരിക്കുന്ന ഒന്നുണ്ട്, അത് സ്വർഗീയന്റെ പ്രതിമയാ. സ്വർഗീയൻ ആര്? അരുമനാഥനാകുന്ന യേശു. അപ്പോൾ യേശുവിന്റെ പ്രതിമ ഞാൻ ധരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ എന്ത് സംഭവിച്ചിട്ടില്ല? ഇവരുടെ ആത്മാക്കൾ പെർഫെക്റ്റ് ആയെങ്കിലും ഇതുവരെ സ്വർഗീയന്റെ പ്രതിമ ഇതുവരെ അവർ ധരിച്ചിട്ടില്ല. വേഴ്സ് 54 സെയിം ചാപ്റ്റർ 54-ാമത്തെ വാക്യം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും അപ്പോൾ എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്ന സമയത്തെ കുറിച്ച് പറയുന്നു. ഈ ദ്രവത്വമുള്ളത്, ഈ മോർട്ടൽ ബോഡി ബിക്കം ഇമ്മോർട്ടൽ. ഈ മർത്യമായ ശരീരം അമർത്യത്വത്തെ ധരിക്കുമ്പോൾ
അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കേണ്ടത്? ഒരു ഇമ്മോർട്ടൽ ബോഡിയായിട്ട് മാറ്റപ്പെടുമ്പോൾ മാത്രമേ വാഗ്ദത്ത നിവർത്തീകരണം സംഭവിക്കുകയുള്ളൂ. അത് നമുക്കറിയാം. അത് സംഭവിക്കുന്ന സമയം എന്ന് പറയുന്നത് കർത്താവായ യേശു മധ്യാകാശത്ത് കടന്നു വരുന്ന സമയത്ത്. അതാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യം പറയുന്നത്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘത്തിൽ എടുക്കപ്പെടും. അപ്പോൾ ഇതാണ് സംഭവം നടക്കേണ്ടത്. ഈ സംഭവം നടക്കണമെങ്കിൽ അതിനു മുമ്പ് ഇവരാരായിരിക്കുന്നു? അത് സംഭവിക്കണമെങ്കിൽ കർത്താവായ യേശുവിന്റെ മധ്യാകാശ വരവെങ്കിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. എങ്കിൽ അതിനു മുൻപ് ഇവരെല്ലാം ആരായിരിക്കുന്നു? സ്പിരിറ്റ് ബീയിങ്സ് ആയിരിക്കുന്നു, ആത്മാക്കളായിരിക്കുന്നു. എന്താണ് ഈ പത്യമാർഗ ഇതുവോട് പറയുന്നത്? ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളെ കുറിച്ചല്ല അത് പഠിപ്പിക്കുന്നു. എങ്കിലും എന്താണ് സ്വർഗ്ഗത്തിൽ ആയിരിക്കുന്നത് എന്നുള്ള ഒരു കൊച്ചു വിവരം ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് തരുവാനാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. റെവലേഷൻ ചാപ്റ്റർ 6, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വേഴ്സ് 9 to 11. റെവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 9 to 11. അവൻ 5-ാം മുദ്ര പിടിച്ചപ്പോൾ ഇതിന്റെ സംഭവം ഞാനൊന്ന് പറയട്ടെ. എവിടെയാണോ ഈ 5-ാം മുദ്ര പൊട്ടിക്കുന്നതെന്ന് പറയുന്നത്, ഇത് വാസ്തവത്തിൽ സംഭവിക്കുന്ന കർത്താവായ യേശു മധ്യാകാശത്ത് കടന്നു വന്ന സഭയെ എടുത്തതിന് ശേഷം, കർത്താവായ യേശു സഭയെ എടുത്തതിന് ശേഷം പിന്നീട് ഈ സ്വർഗ്ഗത്തിൽ നടക്കുന്ന കാഴ്ചകളാണ് 4-5 അധ്യായങ്ങൾ പഠിപ്പിക്കുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഹെവൻ, അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് ആരോട് അവിടെ പോയി ഈ പറയപ്പെടുന്ന വിശുദ്ധന്മാര്, രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരും കൂടെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവിടെ സ്വർഗ്ഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നവിടെ പറഞ്ഞിട്ട് 6-ാം അധ്യായം തുടങ്ങുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം കരങ്ങൾ മേടിച്ച് ആ പുസ്തകത്തിന്റെ മുദ്ര ഒന്നൊന്നായിട്ട് യേശു തുറക്കുവാൻ പോകുകയാണ്. ഇവിടെ ആ പർട്ടിക്കുലർ സമയം ഈ ഭൂമിയിൽ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സഭയെ എടുക്കപ്പെടുന്ന സമയം തന്നെ, ആ സമയം തന്നെ യേശുക്രിസ്തുവിന്റെ വാഴ്ച ഈ ഭൂമിയിൽ തുടങ്ങുവാനിടയായി തീരും. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നു. ഓൺ ദ സ്പോട്ടിൽ ഇമ്മീഡിയറ്റ്ലി ആന്റിക്രൈസ്റ്റിന്റെ ഭരണമായിരിക്കും ഈ ഭൂമിയിൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഭവം നടക്കുന്ന സമയം എന്ന് പറയുന്നത് ആന്റിക്രൈസ്റ്റിന്റെ വാഴ്ചക്കാലമാണ്. യേശുക്രിസ്തുവിന്റെ ഭരണകാലം എന്ന് പറയുന്നത് വെറും 7 വർഷമായിരിക്കും. അപ്പോൾ 7 വർഷത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്ത് യേശുക്രിസ്തുവിന്റെ കാലത്ത്, ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലത്ത് എന്താണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് റെവലേഷൻ ചാപ്റ്റർ 6 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ പഠിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക. വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഇനിയുമെങ്കിലും മേലാൽ വെളിപാട് എന്ന് പറയരുത്, വെളിപ്പാടെന്നേ പറയാവൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ വേദപുസ്തകം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ പ്രവചന പുസ്തകത്തിലെ ഒരു വാക്ക് മാറ്റിക്കളഞ്ഞാൽ അതിന് ശിക്ഷാവിധിയുണ്ട്. അതിനോട് ആരെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ അതിന് ശിക്ഷാവിധിയുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വചനം ഞാൻ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ഞാൻ പ്രസ്താവിക്കുമ്പോൾ അത് അതിന്റെ പ്രോപ്പർ വേഴ്സിൽ തന്നെ വേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയോ പണ്ട് പഠിച്ചു വെച്ചതിനെ ആവർത്തിക്കുവാനല്ല നാം ശ്രമിക്കേണ്ടത്. അത് മാറ്റിവെച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്യുവാനായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ മുൻപോട്ട് കടന്നു പോകുകയാണ്. എന്താ ഇവിടെ പറയുന്നത്? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് അഥവാ ആന്റിക്രിസ്റ്റിന്റെ ഭരണകാലം, ഉപദ്രവ കാലത്തിന്റെ 7 വർഷത്തിൽ നടക്കുന്ന സംഭവങ്ങളെയാണ് 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് 5-ാം മുദ്ര പൊട്ടിക്കുന്ന സമയം ഇതെന്ന് പറയുന്നത് ആദ്യത്തെ 3.5 വർഷക്കാലത്തിൽ ഏതെങ്കിലും ഒരു സമയമായിരിക്കാം. ഇന്ന സമയമെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. എന്നാൽ ഏതെങ്കിലും ഒരു സമയമായിരിക്കാം. ഈ
പർട്ടിക്കുലർ സമയത്ത് ഈ ഭൂമിയിൽ നടക്കുന്ന സ്വർഗത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ യേശുക്രിസ്തുവിന്റെ വാഴ്ചക്കാലത്ത് ഈ ഭൂമിയിൽ നടക്കുന്നതും അതേ സെയിം ടൈമിൽ സ്വർഗത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതും വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വായിച്ചാട്ട്. ശ്രദ്ധിക്കുക, വേർഡ് ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം നിമിത്തവും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അപ്പോൾ സ്വർഗത്തിൽ താൻ നോക്കുമ്പോൾ എവിടെയാണ് താൻ നോക്കുന്നത്? ഒന്ന് വായിച്ചാട്ട്. വീണ്ടും ഒരിക്കൽ കൂടെ ആത്മാക്കളെ എവിടെ കണ്ടു എന്ന് വായിച്ചാട്ട്. ആത്മാക്കളെ യാഗപീഠത്തിങ്കൽ കണ്ടു. അപ്പോൾ സ്വർഗീയമായിരിക്കുന്ന ഒരു യാഗപീഠം, സ്വർഗത്തിലുള്ളതായിരിക്കുന്ന ഒരു യാഗപീഠം. ആ യാഗപീഠത്തിൽ നമ്മൾ കാണുന്നത് ഈ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ, ദ സ്പിരിറ്റ് ഓഫ് ദോസ് പീപ്പിൾ. അവര് അപൂർണതയുള്ളവരല്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ പർട്ടിക്കുലർ സമയത്തേക്ക് നമ്മൾ ആരായി മാറ്റപ്പെട്ടു കഴിഞ്ഞു? നമ്മൾ ആരായി മാറ്റപ്പെട്ടു കഴിഞ്ഞു? We become perfect. കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ നാം ആയി മാറ്റപ്പെട്ടു. നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ടു. ആത്മാവും പ്രാണനും ശരീരം കൂടെ രൂപാന്തരം പ്രാപിച്ച് കർത്താവ് യേശുവിനോടുകൂടെ നാം ആയിരിക്കുക. ഇവിടെ നമ്മുടെ ലൈഫ് നമ്മളെന്ന് പറയുന്നത് പെർഫെക്റ്റ് ബീയിങ് ആയിട്ട് മാറ്റപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കൂട്ടം ആത്മാക്കളെയാണ് കാണുന്നത്. ഇവര് ശരീരം എവിടെയോ പോയി കിടക്കുക. ഇവരാരാകുന്നുവെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. അവിടെ പറയപ്പെടുന്ന വേർഡ് ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറുക്കപ്പെട്ടവർ. അപ്പോൾ ഇവര് കൊല്ലപ്പെട്ടവരാണ്, രക്തസാക്ഷികളാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർ രക്തസാക്ഷികളായി? 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദൈവവചനം നിമിത്തം രക്തസാക്ഷികളായി മാറ്റപ്പെട്ടവർ. 2, തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി. അപ്പോൾ പറയുവാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ അവർ നിന്ന കാലത്ത് പറയുവാനായിട്ട് അവർ ഒരുക്കപ്പെട്ടപ്പോൾ അവർ അവര് രക്തസാക്ഷികളായി തീരുവാനിടയായിട്ടുണ്ട്. അഥവാ നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഒരു മതങ്ങളും കാണുകയില്ല. ഒരല്പകാലത്തേക്ക് മതങ്ങളൊക്കെ കാണും. എന്നാൽ ഒരല്പകാലം കഴിയുമ്പോൾ സകല മതങ്ങളെയും പരിപൂർണമായിട്ട് മാറ്റിക്കൊണ്ട് ഏകാധിപനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഭരണം തുടങ്ങുകയും യേശുക്രിസ്തു ദൈവമായിട്ട് വെളിപ്പെട്ടുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഭരണം നിറവേറ്റപ്പെടുമായിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ യേശുക്രിസ്തുവിനെതിരായിട്ട് യേശുവിനെ സാക്ഷ്യം പറയുന്നതായിരിക്കുന്ന ആ സമയത്തെ ഉപദ്രവകാലത്തിലെ ദൈവമക്കളെ യേശുക്രിസ്തു കൊല്ലുവാനായിട്ട് കാരണമായി തീർന്നു. ആ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെയാണോ നമ്മൾ യാഗപീഠത്തിന് കീഴിൽ സ്വർഗത്തിൽ നമ്മൾ കാണുവാനിടയായി തീർന്നത്? അപ്പോൾ ഇവരാര് എന്ന് നമ്മൾ ചിന്തിച്ചാൽ യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർ, യേശു എന്റെ രക്ഷിതാവെന്ന് അവര് പബ്ലിക്കലി സാക്ഷ്യം പറഞ്ഞവർ, ദൈവത്തിന്റെ വചനം അവരുടെ നാവിൽ കൂടെ പ്രസ്താവിക്കുവാൻ കാരണമായി തീർന്നവർ, അവരാണ് രക്തസാക്ഷികളായി മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു അല്ലെങ്കിൽ പൈശാചിയൻ തന്റെ തത്വത്തിൽ നിന്നുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ശക്തിയോടും അധികാരത്തോടും കൂടെ ഈ ലോകത്തെ ഭരിക്കുമ്പോഴും ദൈവം ഒരു കൂട്ടം ആത്മാക്കളെ ഒരുക്കിയിട്ടുണ്ട്. ഈ പിശാചിന്റെയോ യേശുക്രിസ്തുവിന്റെയോ വാക്കുകളെ കേട്ട് പേടിക്കുന്ന ഒരു കൂട്ടമായിട്ടല്ല, ധൈര്യമായിട്ട് അവരോട് ചലഞ്ച് ചെയ്തുകൊണ്ട് ഞങ്ങൾ മരിച്ചാലും വേണ്ടില്ല, യേശുക്രിസ്തുവിന് മുട്ടുമടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാര്, ഞങ്ങൾ കൊല്ലപ്പെട്ടാലും വേണ്ടില്ല, ഞങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ സാധ്യമല്ലെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര്, എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്റെ യേശുവിനെ തള്ളിപ്പറയുവാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ച് തീരുമാനമെടുത്ത ഒരു കൂട്ടം ജനം അന്നവരാരായി മാറ്റപ്പെട്ടുവായിട്ട് വന്നു, രക്തസാക്ഷികളായി മാറ്റപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവരെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി സ്വർഗത്തിൽ കാണും. നിങ്ങൾ ശ്രദ്ധിച്ചോണ്, ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും മനുഷ്യൻ ഉപദ്രവിക്കുവാൻ സാധിക്കുമെങ്കിൽ എന്റെയും നിങ്ങളുടെയും മരണം വരെ അല്ലാതെ അതിനപ്പുറത്തോട്ട് ഒരു സ്റ്റെപ്പ് പോലും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടനെ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഒരു സത്യമുണ്ട്, എന്റെയും നിങ്ങളുടെയും ഈ ലോകത്തിലെ ജീവിതം കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ മാറ്റപ്പെടുന്നത് എവിടെയോ അല്ല, പിന്നെ
പിന്നെ സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുക്കലേക്കാണോ ഞാൻ നിങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ദൈവത്തിന്റെ ദാസൻ പൗലോസ് പറഞ്ഞ വേർഡ് ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. വിട്ടുപിരിഞ്ഞ് ശരീരം വിട്ടുപിരിഞ്ഞ് എന്റെ യേശുവിനോട് കൂടെ ആയിരിക്കാൻ ഞങ്ങൾക്ക് വളരെ കാംക്ഷയുണ്ട്, വളരെ വാഞ്ചയുണ്ട്. ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട കാഴ്ചപ്പാട് അതായിരിക്കണം. ഈ ലോകത്തിൽ ചില കാലങ്ങൾ ജീവിച്ച് മുൻപോട്ട് കടന്നു പോകാൻ അല്ലേ, വിട്ടുപിരിഞ്ഞ് എന്റെ യേശുവിനോടുകൂടെ ആയിരിക്കുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം. ഇവരെന്തായിരുന്നു? ഇവരെ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളാണ്. ഇവര് ദൈവസന്നിധാനത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. യാഗപീഠത്തിന്റെ കീഴിൽ നിലവിളിച്ചു. വായിച്ചാട്ട വാക്യാണ്. ഇവർ ദൈവത്തോട് നിലവിളിച്ച് ചോദിക്കുകയാണ്, ഭൂമിയിൽ ഞങ്ങളെ കൊന്നവരോട് നീ എത്രത്തോളം ന്യായവിധി നടത്താതിരിക്കും? എന്ത് സംഭവിച്ചു അവക്ക്? വായിച്ചാട്ട് താഴെ. അപ്പോൾ ഓരോരുത്തരും വെള്ളം നിലയെങ്കിൽ കൊടുത്തു. ഈ വെള്ളം നിലയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പർട്ടിക്കുലർ ഗ്രൂപ്പ് എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എത്ര ആയിരം ഉണ്ടായിരുന്നു. 7-ാം അധ്യായത്തിലേക്ക് കടന്നുകൊണ്ടാണ് ചാപ്റ്റർ 7 വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആരൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു? ഇതിന്റെ ശേഷം സകല വെള്ളം നിലയെങ്കിൽ ധരിച്ച്. അപ്പോൾ ഇവിടെ ആരെ കാണുന്നുണ്ട്? ഇവിടെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തുള്ള ദൈവജനത്തെ അല്ല ഇവിടെ കാണുന്നത്. വേദപുസ്തകം പറയുന്നു, അവിടെ പറയപ്പെടുന്ന വേർഡ് പ്രകാരമാണ് സകല ജാതികളിൽ. അപ്പോൾ ലോകത്തുള്ള സകല ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു ഗണം ഉപദ്രവകാലത്ത് ഉണ്ടായിരിക്കും. 2, അവിടെ പറയുന്നു സകല ജാതികളും ഗോത്രങ്ങളും. ഏതെല്ലാം ട്രൈബ്സ് ഉണ്ട്, ആ ഓരോ ട്രൈബിൽ നിന്നും രക്ഷിക്കപ്പെടുന്ന രക്തസാക്ഷികളുടെ ഒരു കൂട്ടമുണ്ടായിരിക്കും. അവിടെ പറയുന്നു വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയോണം, അവിടെ കുറച്ചു പേരല്ല അവിടെ ചെന്ന് നിൽക്കുവാൻ പോകുന്നത്. ഉപദ്രവകാലത്ത് ഈ എതിർക്രിസ്തു ദൈവമക്കളെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, അവർ മാറ്റേറായി മാറ്റപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ദാസൻ നോക്കിയിട്ട് ഒരു വലിയ കാഴ്ചയാ കണ്ടത്. ആർക്കും എണ്ണിക്കൂടുവാൻ സാധിക്കാത്ത ഒരു വലിയ ജനസംഖ്യ, ഒരു വലിയ ജനമാണ് അവിടെ കാണുവാനായിട്ട് ഇടയായത്. അവർ എന്ത് ചെയ്തു? വെള്ളം നിലയെങ്കിൽ ധരിച്ചുകൊണ്ട് ദൈവത്തിന് മുൻപാകെ അവർ നിൽക്കുക. എന്താണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു സമയത്ത് അവർ ന്യായവിധിക്ക് വേണ്ടി ദൈവത്തോട് യാചിച്ചുവെങ്കിലും തുടർന്ന് നമ്മൾ കാണുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? വേഴ്സ് 15 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാണ്. വേഴ്സ് 15. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്നു കൊണ്ട് ഇവര് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇത് പറയുവാനാണ് ഞാൻ കടന്നു വന്നത്. ഈ ആത്മാക്കൾ മുന്നിലോട്ട് കടന്നുപോയി അവിടെ കിടന്ന് വിശ്രമിക്കുകയല്ല ചെയ്യുന്നത്, ഉറങ്ങുകയല്ല ചെയ്യുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാപ്പകൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ആരാധനയാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ കൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇവിടുന്ന് മുകളിലോട്ട് ആരെല്ലാം പോയിട്ടുണ്ട്, അവരെല്ലാം സ്വർഗത്തിൽ പോയിട്ട് വെറുതെ ഇരിക്കുവാൻ അല്ല അവരൊക്കെ പോകുന്നത്. അവരൊക്കെ അവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ ആരാധിക്കുന്നതാണ് എന്റെയും നിങ്ങളുടെ വിശ്രമം എന്ന് പറയുന്നത്. എനിക്കും നിങ്ങൾക്കുള്ള റെസ്റ്റ് എന്ന് പറയുന്നത്, സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതാണ്. ഇതാണ് സ്വർഗത്തിൽ നടക്കുന്നത്. എന്ത് സംഭവിച്ചു? ഇവരെല്ലാം ദൈവസന്നിധിയിൽ പോയി അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വിശുദ്ധദാസൻ ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളും കടന്നു വന്ന സ്ഥലത്തിലേക്ക്, ഞാൻ നിങ്ങളും ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന സ്ഥലമെന്ന് പറയുന്നത് വിശുദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കലേക്കാ കടന്നു വന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആരുണ്ട് അവിടെ ഇതുവരെ രൂപാന്തരം പ്രാപിക്കാതെ സ്വർഗത്തിലായിരിക്കുന്ന പഴയ നമ്മ പുതിയ നമ്മ വിശുദ്ധന്മാരുടെ സകല ആത്മാക്കളും അവിടെയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞൊരു യൂണിവേഴ്സൽ ചർച്ച് അവിടെയുണ്ട്. ഇന്ന് ലോകത്തുള്ള സകല ജനങ്ങളും വിശ്വാസികളുടെ എല്ലാവരുടെയും ഘടമായിരിക്കുന്ന ഒരു സർവ്വ ലൗകികമായിരിക്കുന്ന സഭ, ആ സഭ അവിടെ ഉണ്ട് എങ്കിൽ അത് മാത്രമല്ല അവിടെ ഉള്ളത്, പഴയ പുതിയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത്, ഞാൻ നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് അവിടെ വേറൊരു കൊച്ചു കൂട്ടമല്ല, പിന്നെയോ അനേകായിരങ്ങൾ, 10,000 മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ അവിടെ ഉണ്ട്. അതിന്റെ അർത്ഥം ഞാൻ മരിച്ചുപോയ വിശുദ്ധന്മാരുമായിട്ട് ബന്ധപ്പെടാം എന്നുള്ളതല്ല. മരിച്ചുപോയ വിശുദ്ധന്മാരുമായിട്ട് ബന്ധപ്പെടുവാൻ നമുക്ക് ഇപ്പോൾ യാതൊരു യോഗ്യതയുമില്ല. അപ്രകാരമുള്ള ശുശ്രൂഷ
ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ആ ശുശ്രൂഷ പ്യൂർലി ഫ്രം ഈവിൽ സ്പിരിറ്റ്, ദുഷ്ടതയിൽ നിന്നാണ് ആ പ്രവർത്തനം കടന്നു വരുന്നത്. ആരെങ്കിലും പറയുന്നുവെങ്കിൽ എന്റെ വല്യപ്പച്ചനുമായിട്ട് ഞാൻ സംസാരിച്ചു, അല്ലെങ്കിൽ ഇന്ന ദൂതനുമായിട്ട് ഞാൻ സംസാരിച്ചുവെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളുടെ 7 അയലത്ത് പോലും കേട്ടരുത്. ആ വ്യക്തി ഫുള്ളി ദൈവത്തിന്റെ വചനത്തിന്റെ അവസ്ഥയിൽ ഫുള്ളി കൺട്രോൾഡ് ബൈ ഈവിൽ സ്പിരിറ്റ് ആണ്. അതൊരു ആത്മീയത്തിന്റെ ഉന്നതമല്ല നിങ്ങൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ആത്മീയത്തിന്റെ പരാജയമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ദാസൻ പറയുന്ന ഒരു വിഷയമുണ്ട്. എനിക്ക് കാണുവാൻ ആഗ്രഹിക്കുന്നത്, പൗലോസ് പറയുന്നു, എന്റെ യേശുവിനെയാണ് ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഏത് വ്യക്തിയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവർ അബ്രഹാമിനെ അല്ല കാണുവാൻ ആഗ്രഹിക്കുന്നത്, അവർ ഇസ്ഹാക്കിനെ അല്ല കാണുവാൻ ആഗ്രഹിക്കുന്നത്, അമ്മയായിരിക്കുന്ന മറിയല്ല കാണുവാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ കഴിഞ്ഞ നാളുകൾ മരിച്ചുപോയ വല്യപ്പച്ചനെയോ മകനെയോ ഭാര്യയോ ഭർത്താവിനെ അല്ല അവർ കാണുവാൻ ആഗ്രഹിക്കുന്നത്. അവരോട് ചോദിച്ചാൽ അവരൊരു കാര്യം പറയും, ഞങ്ങൾക്ക് കാണുവാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തത്തെയും ഊറ്റിത്തന്നത്, അവരെ മാത്രമാണ് ഞങ്ങൾക്ക് കാണേണ്ടത് എന്നുള്ള സത്യമാണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, അവനെ കാണുന്നതിന് പകരമായിട്ട്, യേശുവിനെ കാണുന്നതിന് പകരമായിട്ട് മറ്റു വല്ലതിനെയൊക്കെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മറ്റു വല്ലതിനെയൊക്കെ കാണുവാൻ പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ ഇപ്പോഴേ അത് നിർത്തിക്കോണേ. അത് ദൈവത്തിന്റെ വചനത്തിന് വ്യവസ്ഥയല്ല. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? ആദ്യം വിശുദ്ധന്മാരോ നീതിമാന്മാരുടെ ആത്മാക്കളോ അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവർ രാപ്പകൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. അതാ അവരുടെ ജോലി. നമ്മൾ വന്നിരിക്കുന്നത് എവിടേക്കാ വന്നിരിക്കുന്നത്? രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ, പൂർണ്ണതയുള്ള അവരുടെ ആത്മാക്കൾ, ആ ആത്മാക്കളുടെ അടുക്കലേക്കാണ് ഞാനിന്നെങ്കിലും കടന്നു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് ആരാധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് വേർഡ് പറയുന്നു, 7ാമത്തെ കാര്യം അവിടെ പറയുന്നത്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശു, ജീസസ് ക്രൈസ്റ്റ്, ദ മീഡിയേറ്റർ ഓഫ് ദ ന്യൂ കവനന്റ്. Jesus Christ, the mediator of the new covenant. നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമകാലത്ത് സീനായ് മലയിലേക്ക് ദൈവം കടന്നു വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഭയപ്പെടുവാൻ കാരണമായി തീർന്നു. എന്നാൽ ഇന്ന് അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന സ്വർഗീയ യെരൂശലേമിലേക്ക്, സിയോനിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ഭയപ്പെടാതിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ഒരുവൻ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഞാനും നിങ്ങളും ധൈര്യമായിട്ട് ദൈവസന്നിധാനത്തിൽ ആയിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ ഇന്ന് കടന്നു വന്നതായിരിക്കുന്ന അവസ്ഥകൾ നമ്മൾ നോക്കിയാൽ, ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുന്ന സാഹചര്യം നമ്മൾ നോക്കിയാൽ, നമ്മൾ എങ്ങനെ കടന്നു വരുന്നെന്ന് നോക്കിയാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ ചിന്തയോടുകൂടിയോ ഈ വിചാരത്തോടുകൂടിയോ ഈ പ്രവൃത്തിയോടുകൂടിയോ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് അന്ന് ആദിമ നൂറ്റാണ്ടിന്റെ അവസ്ഥയാണ് വെളിപ്പെട്ടിരുന്നതെങ്കിൽ അനന്യ സഫീറ മരിച്ചുപോയതിൽ എത്രയോ എണ്ണം മരിക്കപ്പെടുവാൻ യോഗ്യമായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇന്ന് മരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, കർത്താവ് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുക. എന്തിനും നമ്മുടെ പാപത്തിനനുസരിച്ച് നമ്മളോട് ചെയ്യാതെ നമ്മുടെ അരുമനാഥനാകുന്ന യേശു നല്ലൊരു മീഡിയേറ്ററായി, നല്ലൊരു മധ്യസ്ഥനായി എനിക്കും നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക. എന്താണ് മീഡിയേറ്റർ? എന്താണ് മീഡിയേറ്റർ ചെയ്യുന്നത്? മീഡിയേറ്റർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ആ വേർഡ് ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ വായിച്ചോട്ടെ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 26 വേഴ്സ് നമ്പർ 28, 26-28. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള രക്തമാകുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഇത് മധ്യസ്ഥത വഹിക്കുന്നതാണ്. എന്താണ് ഇവിടെ മധ്യസ്ഥത വഹിക്കുന്നത്? പാപിക്ക് മധ്യസ്ഥത വഹിക്കുന്നത് അരുമരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ കാൽവക്രൂശിലെ മരണം അഥവാ രക്തം. 2, യേശു എന്ന പിതാവിന്റെ വലത്തെ ഭാഗത്ത് വിശുദ്ധന് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു സ്വയമായിട്ട് നമ്മെ ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞ വേർഡ് 2 കാര്യങ്ങളാണ് നമ്മെ മധ്യസ്ഥതയിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം, ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അരുമനാഥനാകുന്ന യേശുവിന്റെ രക്തം എന്ത് ചെയ്യുന്നു? ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ പുതിയ നിയമത്തിലുള്ള രക്തം എന്റെ നിയമമാകുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഒന്ന്, സംഭവിക്കുന്ന രക്തം. എന്താണ് രക്തത്തിന്റെ ആവശ്യം? ഒരു നിയമം വെളിപ്പെടണമെങ്കിൽ എന്തുകൊണ്ട് രക്തം
രക്തം ആവശ്യമാണ്. ഒരു വാക്യം കൂടെ, എബ്രായലേഖനം 9-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാണ്. എബ്രായലേഖനം 9:15. ആദ്യ നിയമത്തിന്റെ ലംഘനങ്ങളിൽ നിന്നുള്ള ഹേതുവായി, ആദ്യ നിയമത്തിന്റെ ലംഘനം, അതിനുവേണ്ടി എന്ത് സംഭവിക്കേണ്ടതായിട്ട് വന്നു? ഒരു മരണം ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഏത് നിയമം, ഏത് ഉടമ്പടിയും നിലനിൽക്കുന്നത് ഒരു മരണം കൊണ്ടാ. എന്താണ് മരണം സംഭവിക്കേണ്ടത്? എന്താണ് മരണം വെളിപ്പെടുത്തുന്നത്? അവിടെ വെളിപ്പെടുത്തുന്നത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ഉടമ്പടി, എന്റെ ജീവിതത്തിൽ ഞാൻ മരിച്ചാലും ഞാൻ ഒരിക്കലും ഇതിന് ലംഘനമായിട്ട് പോകത്തില്ല. കവനന്റ് എന്നുള്ള വേറൊരു മീനിങ് നിങ്ങൾക്കറിയാം. കട്ട് ഇൻടു ടു, രണ്ട് പീസായിട്ട് വേർപെടുത്തി വെക്കുക, അതാണ് ഉടമ്പടി. അപ്പോൾ ഇവിടെ എന്താണ് ഉടമ്പടി, എന്താണ് ആയിരിക്കുന്നത്? പുതിയ നിയമത്തിന്റെ കർത്താവായ യേശുവിന്റെ രക്തം എന്തിനു വേണ്ടി ചെയ്യുന്നു? മധ്യസ്ഥത ചെയ്യുന്നു. എന്താണ് മധ്യസ്ഥത ചെയ്യുന്നത്? എന്റെ രണ്ട് കൂട്ടം ആൾക്കാരെ, രണ്ടു പേരുടെ നടുവിൽ നിന്നുകൊണ്ട് അരുമനാഥനാകുന്ന യേശു ആരാണ്? ഒരു കൂട്ടം പാപികളായ നാം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? മറസരിൽ ആരുണ്ട്? സ്വർഗ്ഗസ്ഥനാകുന്ന ദൈവം. ഇതിന്റെ നടുവിൽ ആര് നിൽക്കുന്നു? അരുമനാഥനാകുന്ന യേശു നിൽക്കുന്നു. എന്താണ് യേശു ചെയ്യുന്നത്? പാപിയായിരിക്കുന്ന എനിക്ക് വേണ്ടി ദൈവത്തോട് എന്നെ നിരപ്പിക്കുന്ന ശുശ്രൂഷയാണോ യേശു ചെയ്യുന്നത്? ഒരു നിരപ്പാണോ അവിടെ നടക്കുന്നത്? പാപിയായിരിക്കുന്ന എന്നെ സ്വർഗ്ഗസ്ഥനായിരിക്കുന്ന ദൈവത്തോട് നിരപ്പിക്കുന്നു, ദൈവമായിട്ടുള്ള ബന്ധത്തെ കൊണ്ടുവരുന്നു. പഴയ നിയമത്തിൽ ആൾക്കാർ പേടിച്ചോടി കടന്നുപോയെങ്കിൽ പുതിയ നിയമത്തിലെ വ്യക്തികൾ കടന്നുപോയി ഓടാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവരെ കടന്നു വരുന്ന സ്ഥാനമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാസനെപ്രാരം പറയുന്നു. അബ്ബാ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടെ ഒരു കൃപാസനത്തിലേക്ക് കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് എന്റെ അരുമനാഥനാകുന്ന യേശു പക്ഷപാതം വഹിക്കുന്നതാണോ ഞാനും നിങ്ങളും ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നത്. ഈ പുതിയ നിയമം എന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ട വിഷയമല്ല. ഇത് പ്രത്യേകമായി ചില വിഷയത്തിന്മേലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വായിച്ചോട്ടെ എബ്രായലേഖനം 7-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് കടന്നതാണ്. ഹീബ്രൂസ് chapter 7:22. ഇതെന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ ഗ്രേറ്റ് ഒരു കവനന്റാണ്. ഇത് വിശേഷത ഒരു നിയമമാണ്, സാധാരണപ്പെട്ട ഒരു നിയമമല്ലിത്. ഇതിനൊരു വിശേഷതയുണ്ട്. ഇത് സാധാരണപ്പെട്ട പഴയ നിയമത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ഒരു നിയമം അവർ പ്രമാണിക്കുവാൻ കടന്നു വന്നപ്പോൾ സീനായ് മലയിൽ വെച്ച് സ്വർഗ്ഗസ്ഥനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നിയമങ്ങൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ കൊടുത്തപ്പോൾ ആ നിയമം രക്തം കൂടാതെ അല്ല പ്രതിഷ്ഠിക്കുവാൻ കാരണമായി തീർന്നത്. ഈ നിയമം കൊണ്ട് താഴേക്ക് മോശ കടന്നു വരുമ്പോൾ മോശ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ജനത്തിന്റെ മുൻപിൽ ദൈവം കൊടുത്ത സകല ന്യായപ്രമാണങ്ങളും വെളിപ്പെടുത്തി പ്രസ്താവിച്ചതിന് ശേഷം ജനം ഒന്നടങ്കം പറയുണ്ടായി, ഞങ്ങൾ നീ പറഞ്ഞത് മുഴുവൻ അനുസരിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്കിന്റെ മുൻപിൽ എന്ത് ചെയ്തു? ഒരു യാഗപീഠത്തെങ്കിൽ യാഗമൃഗത്തെ കൊന്നുവിട്ട് അതിന്റെ പകുതി യാഗരക്തം എടുത്തുകൊണ്ട് യാഗപീഠത്തിനെ തളിച്ച് ബാക്കിയുള്ള യാഗരക്തവും എടുത്തുകൊണ്ട് മോശയുടെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ മോശ ചെയ്തത് ഈ ഈസോപ്പ് തണ്ടിന്മേൽ, ഈ കിണ്ണത്തില് ഈ രക്തം ഈസോപ്പ് തണ്ടിന്മേൽ മുക്കിക്കൊണ്ട് ജനത്തിന് മുകളിൽ തളിക്കുവാൻ കാരണമായി തീർന്നു. എന്തിനാ തളിച്ചെന്നറിയാമോ? ഇപ്പോൾ ഇവർ എടുക്കപ്പെടുവാൻ പോകുന്ന നിയമം എന്ന് പറയുന്നത് ഒരു മരണം സംഭവിച്ചിട്ട് ചെയ്തതാണ്. ഒരു മരണം അതിന്റെ മുമ്പിൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സീനായ് മലയിൽ വെച്ച് ദൈവം കൊടുത്ത നിയമം, ദൈവം കൊടുത്ത പഴയ നിയമം, ആ നിയമത്തിന് വിലയില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അന്ന് ഇസ്രായേൽ മക്കൾക്ക് ആ നിയമം കൊടുത്തപ്പോൾ ഒരു മരണം സംഭവിച്ചിട്ട് ആ മരണത്തിന്റെ രക്തമാണ് ഇസ്രായേൽ മക്കളുടെ മേൽ തളിച്ചുകൊണ്ട് അവർ ഒന്നടങ്കമായി സാക്ഷ്യം പറഞ്ഞത്, ഞങ്ങൾ മരിക്കുമ്പോഴും ഈ നിയമം ഞങ്ങൾ പ്രമാണിച്ചുകൊള്ളാം. ഇപ്രകാരം തീരുമാനമെടുത്ത ജനമാണ്. ചില ദിവസങ്ങൾക്കുള്ളിൽ അവർ അന്യ കാളക്കുട്ടിയെ എടുത്തുകൊണ്ട് ആരാധിക്കുവാൻ പോയി എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ദൈവം അവർ ചെയ്ത നിയമം വെച്ചുകൊണ്ട് ദൈവം അവരോട് ന്യായം വിധിച്ചിരുന്നുവെങ്കിൽ ഇസ്രായേൽ മക്കൾ ഒറ്റയൊരെണ്ണം പോലും നേരെ നിൽക്കുവാനായിട്ട് കാണത്തില്ല. അവിടെയാണ് മധ്യസ്ഥനായിരിക്കുന്ന മോശയുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകത ഇവിടെ കടന്നു വരുന്നത്. എന്താണ് ദൈവം പറഞ്ഞത്?
ഞാൻ ഈ ജനത്തെ പരിപൂർണമായി ഞാൻ കൊല്ലാൻ പോവുക, എന്നിട്ട് നിന്നെ അവരെക്കാൾ വലിയ ജാതിയാക്കുവാൻ പോകുക. എന്താ അത് പറയുവാൻ കാരണം? അവർ ഓൾറെഡി ഉടമ്പടി ചെയ്ത ആ നിയമത്തിന്റെ രക്തം മുൻപിൽ നിൽക്കുമ്പോൾ, ആ നിയമത്തിന്റെ രക്തത്തിൽ മുൻപിൽ നിന്നുകൊണ്ടാണ് അവർ പാപം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നത് എന്ന് പറഞ്ഞതുപോലെ പുതിയ നിയമത്തിന്റെ പ്രത്യേകതയാണ് ഇത്. വിശേഷതയേറിയൊരു നിയമമാണ്. ഇതിന് വിശേഷതയേറിയൊരു നിയമം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ എന്തുകൊണ്ടത് വിശേഷതയേറിയത്? ഇവിടെ കൊല്ലപ്പെടുന്ന രക്തം, ഇവിടെ കൊണ്ടുവരപ്പെട്ട രക്തമെന്ന് പറയുന്നത് മറ്റായി ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ രക്തമല്ല, നിയമം ചെയ്തവന്റെ രക്തമാണ് ഇവിടെ കൊണ്ടുവരുവാൻ കാരണമായി. കരങ്ങളുയർത്തി ദൈവത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയമെന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ യാഗമൃഗത്തിന്റെ രക്തമാണോ തളിക്കപ്പെടുവാൻ കാരണമായി തീർന്നെങ്കിൽ അവർക്ക് വിലം മുടക്കൊന്നുമില്ല. പക്ഷെങ്കിൽ അവരൊരു നിയമം ചെയ്തു, ഈ യാഗരക്തം അവരുടെ സമ്മതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു യാഗരക്തമല്ല ഇവിടെ ഒരു രക്തം തളിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. ഇവിടെ രക്തം തളിക്കപ്പെട്ടത് നിയമം ചെയ്തവനാണോ താൻ തന്നെ കൊല്ലപ്പെടുവാൻ കാരണമായി തീർന്നത്. ആര് നിയമം ചെയ്തുവോ, ആര് പുതിയ നിയമത്തിൽ ഉടമ്പടി ചെയ്തുവോ, ആ പുതിയ നിയമത്തിൽ ഉടമ്പടി ചെയ്തവൻ തന്നെ ആ ഉടമ്പടി നിവർത്തിക്കുവാനായിട്ട് താൻ തന്നെ കൊല്ലപ്പെടുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ധൈര്യമായി ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരു യാഗമൃഗമല്ല ഇവിടെ കൊല്ലപ്പെടുവാൻ ഇടയായിത്തീർന്നത്. എനിക്ക് വേണ്ടി എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു യേശു യാഗമായി തീർന്നു എന്നുള്ളതാണ്. നിയമം ചെയ്തവൻ മരിക്കുവാൻ കാരണമായി തീർന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. രണ്ട്, ഇത് വിശേഷതകളാകുവാനുള്ള രണ്ടാമത്തെ കാരണം, ഈ വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പഴയ നിയമത്തിൽ ഒരു യാഗത്തെ കൊണ്ട് യാഗമൃഗത്തെ കൊണ്ട് യാഗം കഴിക്കുമ്പോൾ അതോടുകൂടി യാഗമൃഗം കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഉള്ളവന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ, അവൻ എന്നേക്കും ജീവിക്കുന്നവനാകിയാൽ, അതുകൊണ്ടാണ് ധൈര്യത്തോടുകൂടി അവന്റെ കൃപാസനത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നത്. ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മുൻപിൽ പാപിയായിരിക്കുന്ന എന്നെ നോക്കിക്കൊണ്ട് എന്റെ യേശു പറയുന്നൊരു കാര്യമുണ്ട്, പിതാവേ, ഇവന് വേണ്ടിയാ ഞാൻ ക്രൂശിക്കപ്പെട്ടത്, ഇവന് വേണ്ടിയാ ഞാൻ മരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നത്. പഴയ നിയമത്തെ പോലെ ആണ്ടിൽ ഓരോ പ്രാവശ്യങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഓരോ സമയങ്ങളിൽ ഒരു യാഗമൃഗവുമായിട്ട് കടന്നു പോകേണ്ട ഒരു ആവശ്യവും എനിക്കും നിങ്ങൾക്കുമില്ല. എന്തുകൊണ്ടില്ല? ഇതൊരു വിശേഷത നിയമമാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് എന്റെ അരുമനാഥനാകുന്ന യേശു ജീവിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് അടുത്തെല്ലുവാൻ സാധിക്കുന്നു. മൂന്നാമത് ഈ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 10-ാം അധ്യായത്തിലേക്ക് കടന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 8:6, 8-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ചാൽ രണ്ടാമത്തെ നെക്സ്റ്റ് പ്രത്യേകം നമ്മൾ കാണുന്നത് വാഗ്ദത്തത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഇത്. ഹല്ലേലൂയ. ബേസ്ഡ് ഓൺ ദ പ്രോമിസ് ഓഫ് ഗാഡ്. ഇത് വാഗ്ദത്തത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഇതിന്റെ പിന്നിൽ ഒരു വാഗ്ദത്തമുണ്ട്. ഇതിന്റെ പിന്നിൽ ഇത് വാഗ്ദത്തത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. ഈ നിയമത്തിന്റെ പ്രത്യേകത ഇത് വാഗ്ദത്തം, ഇതിന്റെ മുൻപിൽ ഒരു വാഗ്ദത്തമുണ്ട്. എന്താ വാഗ്ദത്തം എന്ന് പറയുന്നത്? ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പൊക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. എല്ലാവരും ചേർന്ന് സകല പാപവും ഒന്നുകൂടെ ശബ്ദം എത്തി പറഞ്ഞാട്ടോ. സകല പാപവും, എന്റെയും നിങ്ങളുടെ സകല പാപവും പൊക്കി എന്റെ യേശു എന്നെ ശുദ്ധീകരിക്കുക. ഇതുകൊണ്ട് ആ പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞത്, വരുവേ നമുക്ക് തമ്മിൽ വാദിക്കാം, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും. ഇതാണ് സംഭവിക്കുന്നത്. എന്താ അതിന് മുൻപിലുള്ളത്? ഒരു വലിയ വാഗ്ദത്തമുണ്ട്. എന്താ വാഗ്ദത്തമുള്ളത്? ദൈവത്തിന്റെ ദാസൻ പ്രകാരം പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴിയ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നതിന് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് കൃപ ലഭിപ്പാനും നാം ധൈര്യത്തോടുകൂടെ അവന്റെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുക.
ചെല്ലുന്നതിന്റെ കാരണം അതാ, there is a promise. ഒരു വാഗ്ദത്തമുണ്ട്. ഒരു വാഗ്ദത്തത്തിലായി ഈ നിയമം നിൽക്കുന്നത്, വെറുതെയല്ല നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്റെ കർത്താവേ, എന്റെ പാപം അങ്ങോട്ട് ഏറ്റു പറയുമെന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ പറയുമ്പോൾ, എന്റെ നാവ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ, എന്റെ സകല പാപങ്ങളെ ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനെന്ന് നിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. എന്താ അവിടുത്തെ വിഷയം? ഒരു വാഗ്ദത്തത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ടതാ. അതുകൊണ്ട് എന്തായിട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ വേറെ പ്രത്യേകത ഉണ്ടായത്. പഴയ നിയമത്തിൽ മരണം മുഖാന്തരമായിട്ട് ഈ മധ്യസ്ഥന്മാർ പലരായി മാറ്റപ്പെട്ടു. ആദ്യം മോശ അവർക്ക് മധ്യസ്ഥനായിരുന്നു. ഒരല്പകാലം കഴിഞ്ഞപ്പോൾ മോശമായി അഹ്റോൻ അവർക്ക് മധ്യസ്ഥനായി ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. അഹ്റോന്റെ മരണകാലം അഹ്റോന്റെ മക്കൾ കയറി വന്നു. ഇങ്ങനെ ഓരോരുത്തർ വന്ന് മരിച്ച് മാറ്റപ്പെടുമ്പോൾ മറ്റൊരുവൻ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുന്നു. എന്നാൽ ഈ പ്രത്യേകമായിരിക്കുന്ന വിശേഷ നിയമത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സദാ ജീവിക്കുന്നവനാ. അതുകൊണ്ട് വേറെ ഒന്നിന്റെയും ആവശ്യമില്ല. ഇത് മരിച്ചുകൊണ്ട് മറ്റൊരാളെ ഏറ്റെടുക്കുന്ന ശുശ്രൂഷയല്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിൽ ദൈവം നൽകി തന്നിരിക്കും. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് മരണം കൊണ്ട് മാറ്റപ്പെടുന്ന ശുശ്രൂഷയല്ല അരുമനാഥനാകുന്ന യേശു ചെയ്തത്. യേശു ചെയ്ത് എന്നേക്കും ജീവിക്കുക. അതുകൊണ്ടുള്ള പ്രത്യേകത എന്നാണെന്നറിയാമോ? അതുകൊണ്ടുള്ള ഗുണം, മനുഷ്യൻ മാറ്റപ്പെടുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ളവർ എണ്ണപ്രവേശനം ചെയ്ത് അവരുടെ സ്വഭാവത്തിനനുസരണമായിട്ട് അവർ മധ്യസ്ഥ വഹിക്കുമ്പോൾ, എനിക്കുള്ള മഹാപുരോഹിതൻ അങ്ങനെയുള്ളവനല്ല. എന്റെ ഒരിക്കൽ പോലും തന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താത്തവൻ, ഒരിക്കൽ പോലും തന്റെ സ്വഭാവം മാറാത്തവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നവൻ ആരുമനാഥനാകുന്ന യേശു മാറാത്തവനായതുകൊണ്ട് ഇന്നലെ എന്നോട് എന്ത് കരുണ കാണിച്ചു, ഇന്നും ആ കരുണ കാണിപ്പാൻ അവൻ ശക്തനാണ്. നാളെയും അവൻ കരുണ കാണിപ്പാൻ ശക്തനാണ്. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം ഏതവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയാലും എനിക്ക് നല്ലൊരു മധ്യസ്ഥൻ സ്വർഗത്തിലുള്ളതിനാൽ എനിക്ക് ധൈര്യത്തോടുകൂടെ അവന്റെ കൃപാസനത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. ഇന്ന് ധൈര്യമായിട്ട് നാം കടന്നു വരുന്നതിന്റെ കാരണം അതാ. നമുക്ക് വേണ്ടി നല്ലൊരു മധ്യസ്ഥനുള്ളതാ. വായിച്ചാട്ടെ ഫസ്റ്റ് തിമോത്തി 1 തിമോത്തിയോസ് ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥയുടെ നെക്സ്റ്റ് വേർഡ് നമുക്ക് മനസ്സിലാക്കണം. മറ്റൊരു മധ്യസ്ഥനില്ല. യേശുവല്ലാതെ മറ്റൊരു മധ്യസ്ഥൻ ഈ ഭൂമിയിലില്ല. യേശുവാണ് ഏറ്റവും നല്ല മധ്യസ്ഥൻ. രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ കണ്ടത്, യേശുവാണ് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ. ആ മധ്യസ്ഥനടുക്കിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് നാം ധൈര്യത്തോടുകൂടെ ഇവിടെ ആയിരിക്കുന്നത്. എട്ടാമത്തെ പ്രത്യേകത എന്താണ്? എട്ടാമത്തെ പ്രത്യേകത, നെക്സ്റ്റ് പ്രത്യേകത പറയുന്നത് ബ്ലഡ് ഓഫ് സ്പ്രിങ്ക്ലിംഗ് that speaks better than of Abel. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തത്തെക്കാൾ the blood of sprinkling that speaks better than of Abel. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. വേദപണ്ഡിതന്മാക്കിയത് 2 രീതിയിലുള്ള അഭിപ്രായമുണ്ട്. ഒന്നാമത് അവർ പറയുന്നത്, ഇത് കയീൻ ഹാബേലിനെ കൊന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഹാബേൽ ദൈവത്തിന് മുൻപാകെ യാഗമൃഗമായിട്ട് കടന്നു ചെന്നു. ആ യാഗമൃഗത്തിന്റെ രക്തത്തെക്കുറിച്ച് പറയുന്നു. വേറെ കൂട്ടം വേദപണ്ഡിതാക്കന്മാർ പറയുന്നു, ഇത് മറ്റൊന്നുമല്ല, ഹാബേൽ സ്വയത്തെക്കുറിച്ച് പറയുകയാണ്. എന്നാലും നമ്മൾ ചിന്തിപ്പിക്കുവാൻ പോകുന്നത്, ഹാബേലിന്റെ രക്തത്തെക്കുറിച്ച് ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം പറയുന്നു. എന്തിനാ ഹാബേലിനെ കൊന്നത്? താൻ ഒരു തെറ്റും ചെയ്തില്ല, നല്ലൊരു ആരാധന കഴിച്ചു, ദൈവത്തിന് പ്രസാദകരമായ ആരാധന കഴിച്ചിട്ട് തനിക്ക് ലഭിച്ചതായിരിക്കുന്ന പ്രതിഫലമാണ്, ഈ ഭൂമിയിൽ കിട്ടിയൊരു പ്രതിഫലമാണ് കൊല്ലപ്പെടുവാൻ ഇടയായിട്ട് ആരാൽ? സ്വന്തം സഹോദരനാൽ. ഇത് ഹാബേലിന് കിട്ടിയെങ്കിൽ ഇന്ന് പുതിയ നമ്മ വിശ്വാസി എനിക്കും നിങ്ങൾക്കും ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാനില്ല. കാരണം നല്ലൊരു ആരാധന കഴിക്കുമ്പോഴും മനസ്സിലാക്കണം, സ്വന്തം സഹോദരങ്ങളായിരിക്കും ഹാബേലിനെ കൊന്നതുപോലെ എന്നെയും നിങ്ങളെ കൊല്ലാനായിട്ട് മുൻപിൽ നിൽക്കുന്നത്.
ഇവിടെ എന്താ ഇവിടുത്തെ വിഷയം എന്നാ? ഹാബേലിന്റെ രക്തം എന്ത് ചെയ്തു? ഒരല്പം കഴിഞ്ഞു, സംഭവമെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. താൻ ചിന്തിച്ച പോലെ എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോയി. ഹാബേലുമായിട്ട് കയ്യൻ വയലിലേക്ക് കടന്നുപോയി. വയലിൽ വെച്ച് എന്ത് ചെയ്തു? കയ്യൻ ഹാബേലിനെ കൊന്നു. ഹാബേലിനെ കൊണ്ട് മറവ് ചെയ്തു. ആരും ഇതൊന്നും അറിഞ്ഞില്ല. എന്നാൽ ഒരു സംഭവം നടന്നു. ഇവിടുന്ന് സ്വർഗത്തിലെ ദൈവം കയ്യന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് കയ്യനോട് പറയുന്നൊരു കാര്യം ഇതാ. കയ്യനോട് ചോദിക്കുന്ന കാര്യമാണ്, കയ്യനെ, ഹാബേൽ എവിടെ? ഉടനെ കയ്യൻ ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? ദൈവം തുറന്നു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹാബേലിന്റെ രക്തം അവിടുന്ന് നിലവിളിക്കുന്നു. ഹാബേലിന്റെ രക്തം അവിടെ കിടന്ന് കരയുക. എന്തിനാ ഹാബേലിന്റെ രക്തം കരയുന്നത്? ദൈവത്തിന്റെ തിരുവചനപ്രകാരം പറയുന്നു, ഹാബേലിന്റെ രക്തവും കർത്താവായ യേശുവിന്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസമാണോ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണോ യേശുവിന്റെ രക്തമെങ്കിൽ ഹാബേലിന്റെ രക്തം ഏതാണ്ട് മോശമാണെന്നല്ല പറഞ്ഞു വന്നത്. പിന്നെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണോ യേശുവിന്റെ രക്തം? ദൈവത്തിന്റെ തിരുവചനം എന്ത് പറയുന്നു? ഹാബേലിന്റെ രക്തം എന്ത് ചെയ്തു? ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുക, എന്നെ കൊന്ന ഘാതകനെ നീ എന്ത് ചെയ്തു? എന്നെ കൊന്നു, ഞാൻ കൊല്ലപ്പെടുവാൻ ഇടയായിത്തീർന്നു, എന്നെ എന്റെ സഹോദരൻ കൊല്ലുവാൻ ഇടയായിത്തീർന്നു, ഒരു കുറ്റം ചെയ്യാതിരുന്നത് ഞാൻ കൊല്ലപ്പെടുവാൻ ഇടയായിത്തീർന്നു. കുറച്ച് സമയം മുമ്പ് റെവലേഷൻ വെളിപ്പാട് പുസ്തകം 6-ാമത്തെ നമ്മൾ പഠിച്ചു. ഒരു കൂട്ടം രക്തസാക്ഷികൾ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൈവമേ എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എന്തുകൊണ്ട് പ്രതികാരം നടത്താതിരിക്കും? പ്രതികാരത്തിന് വേണ്ടി വാഞ്ചയുള്ള മനുഷ്യ രക്തം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും എത്രമാത്രം വിശുദ്ധനായിരുന്നാലും എത്രമാത്രം വിശുദ്ധയായിരുന്നാലും സ്വർഗത്തിൽ ചെന്നാൽ പോലും കഴിഞ്ഞ നാളുകളിൽ ഇപ്രാരം വല്ലതും അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർത്തുകൊണ്ട് മനുഷ്യന്റെ ഓർമ്മ അവിടെ നശിക്കുന്നില്ല. ഓർത്തുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്ന നിലവിളിയുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം സംഭവിക്കുകയാണ്. നമ്മൾ കാണുന്ന രക്തത്തിന്റെ വില ഇതല്ല. ഇവിടെ എന്ത് സംഭവിച്ചു? ഹാബേലിന്റെ രക്തം തന്റെ സഹോദരന്റെ ഘാതകന് വേണ്ടി ദൈവത്തോട് നിലവിളിച്ചുവെങ്കിൽ ഇവിടെ കാണുന്ന ഒരു പുണ്യാഹ രക്തമുണ്ട്. ആ പുണ്യാഹ രക്തത്തിന്റെ പ്രത്യേകത എന്നാണെന്ന് അറിയാമോ? ഗത്സമന തോട്ടത്തിൽ അവസ്ഥകൾ മാത്രമല്ല, അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിനെ കാൽവഴിയിൽ ക്രൂശിക്കുമ്പോൾ 2-3 ആണികളാല് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടതായ യേശു കിടക്കുമ്പോൾ തനിക്ക് വളരെയധികമായ വേദനകൾ പീഡകളൊക്കെയും കടന്നു വന്നുവെങ്കിലും അരുമനാഥനാകുന്ന യേശു തന്നെ പറയുവാനുള്ളൂ, പിതാവേ ഇവ ചെയ്തത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്താണ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? എത്രമാത്രം ഞാൻ ഉപദ്രവിച്ചിട്ടും, എത്രമാത്രം ഞാൻ തുപ്പിയിട്ടും, എത്രമാത്രം ഞാൻ തള്ളിയിട്ടും, എത്രമാത്രം വിരുദ്ധമായി ഞാൻ ചെയ്തിട്ടും ഒരു വാക്ക് പോലും തിരിച്ചറിയാടാതെ സ്വർഗത്തിലെ ദൈവത്തിന് മുൻപില് യേശുവിനെ പറയുവാൻ ഒന്നേയുള്ളൂ, പിതാവേ ഇവ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്, ഇവ അറിയാതെ ചെയ്തതാണോ, ഇവരോട് ക്ഷമിക്കണമേ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. അറിയായ്മയുടെ കാലത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അതെല്ലാം സ്വർഗത്തിലെ ദൈവം എന്നോട് ക്ഷമിക്കുന്നത്. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ഇതൊരു പുണ്യാഹ രക്തമാണ്. ഈ രക്തം എന്ത് ചെയ്യുന്നു? എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. എനിക്കും നിങ്ങൾക്ക് വേണ്ടി ദോഷമായി സംസാരിക്കുന്ന ഒരു രക്തമല്ല മാനിനികൾ കടന്നു വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ ദൈവത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഭയമില്ലാതെ ദൈവത്തെ ആരാധിക്കുവാനുള്ള 2-ാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് പുണ്യാഹ രക്തത്തിന്റെ അടുക്കിലേക്കാണ്. എല്ലോ ചെയ്ത് പറഞ്ഞാൽ പുണ്യാഹ രക്തം. നാം കടന്നു വന്നത് പുണ്യാഹ രക്തത്തിന്റെ അടുക്കിലേക്കാണ്. എന്താണ് ആ പുണ്യാഹ രക്തം ചെയ്യുന്നത്? ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ ദാസനോ ആ രക്തത്തിന്റെ വില കണ്ടപ്പോൾ താനിപ്രാരം പറയുവാൻ ഇടയേറ്റുന്നു. ആ പറഞ്ഞ വേടിപ്രാരമാണ് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായിരിക്കുന്ന വലിയൊരു രക്തം കൊണ്ടത്രേ അവനിനെ വീണ്ടെടുത്തിരിക്കുന്നത്. താൻ വീണ്ടെടുക്കപ്പെട്ടവരെ ഓർത്തപ്പോൾ ആ രക്തം ചൊരിഞ്ഞതിനെ കുറിച്ച് താൻ കണ്ടപ്പോൾ ഒരു കാര്യം താൻ മനസ്സിലാക്കി, തന്റെ ജീവിതത്തില് അതിന് വിലമതിക്കുവാൻ സാധ്യമല്ല. എന്ത് വില കൊടുത്താലും അത് തീരുവാൻ സാധ്യമല്ല. ഒരിക്കൽ പോലും ആർക്കും വിലമതിക്കുവാൻ സാധിക്കാത്ത ഒരു വലിയ വിലയാണ് അവിടെ കൊടുത്തത്. ഈ വലിയ വില കൊടുത്തതാണെങ്കിൽ രക്തത്തിന് വളരെ വലിയ വിലയുണ്ടെങ്കിലും ആ രക്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നും അത് ഗുണകരമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇന്നും എനിക്കും നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇന്നും എനിക്കും നിങ്ങൾക്ക്
നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുക. എനിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രത്യേകമായ ഭാഗം ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. യേശുവിന്റെ രക്തത്തിന്റെ മധ്യസ്ഥതയാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ കണ്ടത് അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നു. യേശു എന്ത് ചെയ്തു? ഇന്ന് പിതാവിന്റെ വലതു ഭാഗത്ത് ജീവിച്ചിരുന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നതിനെ അവിടെ കാണിക്കുന്നുവെങ്കിൽ അവസാനത്തെ ഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിന്റെ രക്തം എനിക്കും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നതിനെയാണോ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണമേ, അവർ ഒരൽപ്പം തീ കണ്ടു, ഒരൽപ്പം ദൈവ തേജസ് കണ്ടു, പർവ്വതം ആളിക്കത്തുന്നത് കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് അവർ ഭയപ്പെട്ട് ഓടി ഒളിച്ചുവെങ്കിൽ എനിക്കും നിങ്ങൾക്ക് ലഭിച്ചൊരു ഗുണമുണ്ട്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സ്വർഗീയയില് ഞാൻ നിങ്ങൾ നീക്കപ്പെട്ടുകൊണ്ട് ഈ ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തെ ആരാധിപ്പാൻ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യമായിരിക്കുന്ന പദവി ഒരു സമയം എനിക്കും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ പുത്രത്തിന്റെ സ്വീകാരത്തോടുകൂടെ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗം എന്നോട് നിങ്ങളോട് കാണിക്കുന്ന കരുണ എന്റെ യോഗ്യത കൊണ്ടല്ല, പിന്നെയോ ഹല്ലേലൂയ എന്റെ അരുമനാഥനാകുന്ന യേശുവിന്റെ യോഗ്യതയാ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ പദവി. പ്രിയപ്പെട്ടവരെ, ആരാധന നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഈ ശ്രേഷ്ഠമായിരിക്കുന്ന പദവിയിൽ നിന്നുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? സ്വർഗത്തിൽ ആരാധന നടക്കുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കാണുവാൻ സാധ്യമായിത്തീർന്നു. ആത്മാക്കൾ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാരാധിക്കുന്നത്? രാപ്പകൽ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുക. രാവും പകലും ഇടപെടാതെ ഇവിടെ ആരാധന നടക്കുമ്പോൾ ഞാനും നിങ്ങളും സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഞാനും നിങ്ങളുടെ വിശ്വാസത്താൽ എന്തെങ്കിലും നിങ്ങളുടെ കാല് സ്വർഗത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, സ്വർഗം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന ചെറുതായിട്ട് ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ശ്രേഷ്ഠമാർഗയുടെ ഒരു പദവിയിലേക്ക് ഈ പുതിയ നിയമത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. നിങ്ങൾ ചിന്തിക്കണം, കഴിഞ്ഞ നാളുകളിൽ പഴയ നിയമകാലത്ത് ജനിക്കപ്പെട്ടിരുന്നുവെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ സാധിക്കുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഒരുപക്ഷെ രക്ഷിക്കപ്പെടുവാൻ സാധിക്കുമായിരിക്കാം. എന്നാൽ കൃപയാൽ 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 ഈ നാളുകൾ ജനിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുകൊണ്ട് ഇന്നത്തെ ഇത്രമാത്രം ശ്രേഷ്ഠമാർഗം ഒരു വലിയ പദവിയിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിയിരിക്കുമ്പോൾ ആ പദവി ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതാണ് എന്നുള്ളൊരു വേർഡ് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ തിരിച്ചുകൊണ്ട്